വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ നമ്മൾ ഈ ഒരു മഴക്കാലത്ത് നമ്മുടെ വണ്ടിയുടെ മുകളിൽ ചെയ്യേണ്ട കുറച്ചൊരു മെയിൻ്റനൻസ് പരിപാടിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. വേറെ ഒന്നല്ല, ഈ ഒരു സംഭവങ്ങളൊക്കെ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ വലിയ വലിയ പണിയിലേക്ക് എത്തും. പിന്നെ നമുക്ക് നമ്മുടെ റൈഡിങ് ആ ഒരു സ്റ്റൈലിനെയൊക്കെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ഷോർട്ട് വീഡിയോ ആക്കി പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ടയേഴ്സ് തന്നെ തുടങ്ങാം. അപ്പോൾ നമ്മുടെ ടയേഴ്സിൽ അത്യാവശ്യം ഗ്രിപ്പില്ല, അതേമാതിരി ഒരുപാട് പഞ്ചേഴ്സുള്ള ടയറൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം അതൊന്ന് റീപ്ലേസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ഫീൽ വരും. തുടരെ മീൻസ് ഇപ്പോൾ ഒരു 4 ദിവസം മുന്നേ പഞ്ചർ അടച്ചാണ്, പിന്നെ ഒരു പഞ്ചർ കൂടി വന്ന് അങ്ങനെ അടുപ്പിച്ച് പഞ്ചർ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ടയറിൻ്റെ നടുവത്തെ ആ ഒരു ലെയർ ഏകദേശം കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ ചെറിയ കല്ലൊക്കെ തട്ടുമ്പോൾ തന്നെ പഴയ എന്തെങ്കിലും പാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോവുകയാണ്. നമ്മൾ ടയർ തേയുകയാണല്ലോ. നമ്മൾ പഞ്ചർ അടച്ചു കഴിഞ്ഞാലും നമ്മൾ റണ്ണിങ്ങിൽ നമ്മൾ ടയറിൻ്റെ ആ ഒരു ലൈഫ് കുറയാണല്ലോ. അപ്പോൾ അതിനനുസരിച്ചാണ് ഈ പറഞ്ഞ മാതിരി പഞ്ചേഴ്സൊക്കെ കൂടുന്നത്. അപ്പോൾ നിങ്ങൾ ടയർ മാറ്റുക. പിന്നെ അതേമാതിരി ടയറിൽ പ്രഷർ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് മിനിമം ഒരു 1 വീക്ക് 2 വീക്ക് കൂടുമ്പോഴൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് കൊണ്ടു നടക്കുക. അതാകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മൈലേജും അത്യാവശ്യം നല്ലോണം കിട്ടും. റൈഡിങ് കംഫോർട്ട്, നിങ്ങൾക്ക് ഗിയറൊക്കെ പ്രോപ്പറായിട്ട് വീഴാത്ത ഇഷ്യൂ ഈ പറഞ്ഞ മാതിരി ടയറിൽ കാറ്റ് കുറവുണ്ടെങ്കിൽ അത് തോന്നും, ഫീൽ ചെയ്യും. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പഴയ ഒരു പുള്ളിങ് കിട്ടുന്നില്ല, അല്ല അപ്പോൾ നമ്മളായിരിക്കും ക്ലച്ചിൻ്റെ ഇഷ്യൂ ആണ്, അല്ലെങ്കിൽ വണ്ടിയുടെ പെർഫോമൻസിന് എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ടെന്ന് വിചാരിക്കും. നമ്മുടെ ടയറിൻ്റെ പ്രഷറാണ് കേട്ടോ മെയിൻ റീസൺ. അപ്പോൾ ടയറിൽ പ്രഷറില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സീനുകൾ തോന്നും. വോൾട്രൈസർ കംപ്ലൈൻ്റ് ഉള്ള മാതിരിയൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ ടയർ ഒന്നെങ്കിൽ പ്രഷർ ലോ ആയിട്ട് വരുന്ന ഇഷ്യൂസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ മാതിരി 1 വീക്ക് കൂടുമ്പോഴൊക്കെ ഈ ഒരു ടയറിൽ പ്രഷറൊക്കെ ചെക്ക് ചെയ്യാം. അപ്പോൾ വല്ലാണ്ട് ഈ ഒരു PSIയിൽ വേരിയേഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പഞ്ചർ കടയിലൊക്കെ കാണിച്ചിട്ട് എവിടെ ലീക്ക് ഉണ്ടോ നോക്കുക. അപ്പോൾ അതിന് കോമൺ ആയിട്ട് വരുന്നത് ഇപ്പോൾ വണ്ടികളൊക്കെ ട്യൂബ്ലെസ് ടയേഴ്സാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ നോബില്ലേ, നമ്മൾ ഈ ഒരു കാറ്റടിക്കുന്ന ആ ഒരു പിന്നിൻ്റെ താഴ്ഭാഗത്താണ് പഞ്ചർ ഏറ്റവും കൂടുതലും ഉണ്ടാവാറ്. പഞ്ചർ എന്നല്ല, എയർ ലീക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാവാറ്. അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസ് വരും. നമ്മൾ ടയറൊക്കെ പുതിയതാണ്, റിമ്മിൻ്റെ നമ്മൾ ഡെൻ്റൊന്നും ഇല്ല, എന്നാലും എയർ ലീക്ക് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പിന്നിൻ്റെ കംപ്ലൈൻ്റ് ആയിരിക്കും. അപ്പോൾ അതൊന്നും ചെക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ബ്രേക്സ്, നിങ്ങളൊരു ആഫ്റ്റർ മാർക്കറ്റ് ബ്രേക്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, മീൻസ് നിങ്ങളുടെ ഒറിജിനൽ ബ്രേക്ക് പാഡല്ല നിങ്ങൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ പുറത്തുനിന്നുള്ള, അപ്പോൾ മീൻസ് വേറെ ഏതേ വണ്ടിയാണ് നിങ്ങളുടെ വണ്ടി. ഇപ്പോൾ ഈ ഒരു യമഹയുടെ ബൈക്കിന് ബജാജിൻ്റെ ബ്രേക്ക് പാഡ്സ് ഓക്കെയാണ്, ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ബജാജിൻ്റെ ബ്രേക്ക് പാഡ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ മഴയില്ലാത്ത സമയത്ത് നല്ല വൃത്തിയിൽ ബ്രേക്ക് കിട്ടും. മഴ വന്നതിന് ശേഷം ബ്രേക്ക് വളരെ മോശമാണ്, അല്ലെങ്കിൽ ബ്രേക്കിന് ആ ഒരു ബൈറ്റില്ല, അങ്ങനത്തെ ഇഷ്യൂസൊക്കെ വരും. അത് വെച്ചാൽ നമ്മൾ ഒറിജിനൽ ബ്രേക്ക് പാഡ് അല്ലെങ്കിൽ നമ്മൾ ഓരോന്നിനു വേണ്ടി ഡിസൈൻ ചെയ്യുന്നതാണ്. നമുക്ക് പല ബൈക്സിന്, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ബജാജിൻ്റെ ബൈക്സിന് യൂസ് ചെയ്യുന്ന സെയിം ഡിസ്ക് ആയിരിക്കില്ല നമ്മുടെ വണ്ടിക്ക് യൂസ് ചെയ്യുന്നത്. ബ്രേക്ക് പാഡ്സ് ഓക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഡിസൈനിൽ കാഴ്ചയിലൊക്കെ ഒരേമാതിരി ആയിരിക്കും, ചിലപ്പം എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ ബ്രേക്ക് പാഡ്സൊക്കെ ഷോറൂമിൽ കിട്ടാനുണ്ടാവും, അതൊക്കെ വാങ്ങിയിട്ട് യൂസ് ചെയ്യാം. നമുക്ക് മാക്സിമം ഈ പറഞ്ഞ മാതിരി മഴയത്താണെങ്കിലും അത്യാവശ്യം നല്ല ബൈറ്റായി കിട്ടും. അതുമാതിരി നിങ്ങളുടെ ഈ ഒരു ബ്രേക്കിൻ്റെ ഫ്ലൂയിഡ് ചെക്ക് ചെയ്യേണ്ട കാര്യമുണ്ട്. അത് പറഞ്ഞ മാതിരി 2 മാസമോ 3 മാസമോ കൂടുമ്പോൾ ചെക്ക് ചെയ്താൽ മതി, അങ്ങനെ ചെക്ക് ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ അത് പ്രോപ്പർ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ മാതിരി ഇഷ്യൂ വരും. ഈ ഒരു സാധനം തീരെ ചെക്ക് ചെയ്യാണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഇതിനുള്ളിൽ ഡസ്റ്റ് കയറും. ഡസ്റ്റ് കയറി കഴിഞ്ഞാൽ ഈ MC കിറ്റിന് അതേമാതിരി അടിയിലുള്ള മറ്റേ എന്താ പറയുക കാലിബർ കിറ്റിനൊക്കെ കാര്യത്തിനൊക്കെ കംപ്ലയിൻറ്റ്സ് വരും. വന്നു കഴിഞ്ഞാൽ വലിയൊരു എമൗണ്ട് കയറും. അപ്പോൾ ഇതൊക്കെ ഒരു 2 മന്ത് 3 മന്ത് കൂടുമ്പോൾ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. നമ്മൾ റെഗുലർ ചെക്കപ്പ് ഉണ്ടാവും. പറഞ്ഞ മാതിരി ചിലപ്പോൾ 6000 കിലോമീറ്ററിലായിരിക്കും, ചിലപ്പോൾ ഒരു 3500 കിലോമീറ്ററിലായിരിക്കും. അത് കൂടാണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട്സ് വരികയാണ്, മീൻസ് ഒരു 2-3 മന്ത് കഴിയുകയാണെങ്കിൽ ഈ പറഞ്ഞാൽ മഴക്കാലത്താണെന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാം. പിന്നെ വേറൊന്ന്, ഇപ്പോൾ പഴയ മോഡൽസ് ബൈക്സ് ആണെങ്കിലും ഇപ്പോൾ പുതിയ ഇറങ്ങിയ മോഡൽസ് ബൈക്കാണെങ്കിലും ഈ ടാങ്കിൻ്റെ അകത്തേക്ക് വെള്ളം കയറുന്നുണ്ട്, അല്ലെങ്കിൽ ടാങ്കിൻ്റെ ഈ ഒരു ഭാഗത്ത് വെള്ളം നിൽക്കുന്നുണ്ട് എന്നുള്ള ഇഷ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് കൂടി പറഞ്ഞുതരാം. നമ്മുടെ ടാങ്കിൻ്റെ മുകളിലേക്ക് വീഴുന്ന വെള്ളം, നമ്മൾ മഴയത്താണെങ്കിലും വാഷ് ചെയ്യുമ്പോഴാണെങ്കിലും വീഴുന്ന വെള്ളം താഴത്ത് കൂടെ ഡ്രെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഒരു പൈപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ മാതിരി മഴയില്ലാത്ത സമയത്തൊക്കെ ഒരുപാട് ഓടിക്കുമ്പോൾ അതിനുള്ളിലൊക്കെ ഡസ്റ്റ്, പൊടി, മണ്ണ്, അങ്ങനത്തെ ഒരുപാട് ഐറ്റംസൊക്കെ കയറി നിൽക്കുന്നുണ്ടാവും. നമ്മൾ ഈ മഴയും കൂടി പെയ്യുമ്പോൾ അതങ്ങോട്ട് നീങ്ങിയിട്ട് ഈ ഒരു സംഭവം ബ്ലോക്കാവും. ഈ ഒരു ഓസ്, ചെറിയ ഓസാണ്, നമുക്ക് എന്താ പറയുക, വളരെ ചെറിയൊരു ഓസാണ്. നമ്മളെ ഒരു സ്ട്രോഡ് അത്രയൊക്കെ ഒരു സൈസ് ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് വണ്ടിയുടെ താഴെ ഭാഗത്ത് നോക്കിയാൽ മനസ്സിലാവും. വണ്ടിയുടെ എഞ്ചിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ കൂടെ താഴത്തേക്ക് ഇട്ടിട്ടുണ്ടാവും ആ ഒരു ഹോഴ്സ്. 2-3 ഹോഴ്സ് കാണും. ഒന്ന് വെച്ചാൽ നമ്മുടെ എയർ ഫിൽറ്ററിന്ന് ഒരു ചെറിയൊരു പൈപ്പ് വരും ചില വണ്ടികൾക്ക് കേട്ടോ, എല്ലാ വണ്ടികൾക്കും ഇല്ല, ചില വണ്ടികൾക്ക് ഉണ്ടാവും. എന്ന് വെച്ചാൽ എയർ ഫിൽറ്ററിൻ്റെ അകത്ത് വെള്ളം എന്തെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ്.
പിന്നെ വേറെ ഒന്നുണ്ടാകുമ്പോൾ ഈ പറഞ്ഞ മാതിരി ടാങ്കിന് ഈ ഒരു ടാങ്കിൻ്റെ അടിഭാഗത്ത് മീൻസ് എക്സസ് ആയിട്ട് പുറത്തു കൂടെ കയറുന്ന വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പെട്രോൾ നമ്മൾ അടിക്കുമ്പോൾ ഓവർഫ്ലോ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓസാണ്. 3 ഓസസ് ഉണ്ടാവും. ഒന്ന് നമ്മുടെ ഈ പറഞ്ഞ മാതിരി ഈ ഒരു എയർ ഫിൽട്ടർ എല്ലാ വണ്ടികൾക്കും ഉണ്ടാവില്ല. ചില വണ്ടികൾക്ക് ഈ പറഞ്ഞ മാതിരി എയർ ഫിൽറ്ററിൻ്റെ മുകളിൽ നിന്ന് ചെറിയൊരു ഓസ് ഉണ്ടാവും. നമ്മുടെ എയർ ഫിൽറ്ററിലേക്ക് എവിടെന്നെങ്കിലും വെള്ളം കയറുകയാണെങ്കിൽ എയർ ഫിൽറ്ററിൻ്റെ ബോക്സിലേക്ക് കിട്ടും. അപ്പോൾ വെള്ളം കയറുകയാണെങ്കിൽ അത് ഡ്രെയിനായി പോകാനുള്ള ഒരു ചെറിയൊരു ഓസ് ഉണ്ടാവും. പിന്നെ വേറെ ഒന്ന് ഈ പറഞ്ഞ ഒരു ടാങ്കിൽ എക്സസ് ആയിട്ട് വരുന്ന പെട്രോളോ അല്ലെങ്കിൽ വെള്ളം എവിടെന്നെങ്കിലും കയറുകയാണെങ്കിൽ ടാങ്കിൻ്റെ സൈഡിൽ കൂടെ ഇറങ്ങുന്നുള്ളൂ കേട്ടോ. ടാങ്കിൽ അകത്ത് പോയ വെള്ളം ഒരിക്കലും പുറത്തേക്ക് ആ ഒരു ഓസ് വഴി പോകില്ല. എങ്ങനെങ്കിലും ഈ ഒരു ടാങ്കിൻ്റെ സൈഡിലേക്ക് ഇറങ്ങുന്ന വെള്ളങ്ങൾ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഓസ് ഉണ്ടാവും. കൂടാതെ ഈ പറഞ്ഞ മാതിരി നമ്മുടെ വണ്ടിയിലൊക്കെ ഈ ഒരു കൂളൻ്റ് സിസ്റ്റം ഇപ്പോൾ ഒരുവിധം വണ്ടികളിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. എയർ കൂൾഡ് അല്ലാണ്ട് ലിക്വിഡ് കൂൾഡ് എൻജിൻസാണ് ഇപ്പോൾ ഒരുവിധം ഇറങ്ങുന്നതൊക്കെ. ഇപ്പോൾ സിംഗിൾ സിലിണ്ടർ ബൈക്സ് ആണെങ്കിലും അധിക വണ്ടികൾ ഇപ്പോൾ മറ്റേ ലിക്വിഡ് കൂൾഡ് എൻജിനാണ്. അപ്പോൾ ഈ ഒരു കൂളൻ്റ് ഓയിൽ അഥവാ ഓവർ ഹീറ്റ് ആവുകയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി നമ്മുടെ അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഓവർഫ്ലോ ആവാനുള്ള ഒരു ഓസും കൂടി ഉണ്ട്. അപ്പോൾ അങ്ങനെ 3 ഓഴ്സസ് ഉണ്ടാവും. ഇത് 3ഉം ഓപ്പൺ ആണോ എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇതല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെതായ ഇഷ്യൂസ് വരും. ഈ പറഞ്ഞ മാതിരി എയർ ഫിൽറ്ററിൻ്റെ ഓസ് ക്ലീൻ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു എയർ ഫിൽറ്ററിൻ്റെ അകത്തേക്ക് ഇറങ്ങുന്ന വെള്ളം എഞ്ചിൻ്റെ അകത്തേക്ക് എത്താൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ത്രോട്ടിൽ ബോഡി വഴി എഞ്ചിൻ്റെ ഹെഡിലേക്ക് എത്താനും ചിലപ്പം മിസ്സിങ് വരാനും വണ്ടി ഓഫായി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. രണ്ടാമത് ഈ പറഞ്ഞ മാതിരി കൂളൻറ്റിൻ്റെ പൈപ്പ് ഓഫ് അല്ലാന്നുണ്ടെങ്കിൽ കൂളൻറ്റിൻ്റെ പൈപ്പ് ക്ലീൻ അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഈ ഒരു ആ ഒരു ഓസ് നിറഞ്ഞിട്ട് ഈ കൂളൻ്റ് നമ്മുടെ ബോഡിയുടെ ഈ ഒരു സൈഡിൽ ഇവിടെയാണ് ഇതിൻ്റെ ഒരു ഇതൊക്കെ വരുന്നത്. നമ്മൾ ഫില്ല് ചെയ്യുന്നതൊക്കെ നമ്മുടെ ഏകദേശം ടോപ്പിലായിട്ടാണ് ഒരുവിധം വണ്ടികളിലൊക്കെ വരുന്നത്. ചിലത് സീറ്റിൻ്റെ നേരെ താഴ്ഭാഗത്തൊക്കെ ആയിട്ട് വരുന്നുണ്ട് ചില വണ്ടികളൊക്കെ. അപ്പോൾ ആ ഒരു സൈഡിൽ നിന്ന് ലീക്കാവും, പുറത്തേക്ക് വരും. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ നമ്മുടെ കാൽമലേക്ക് കുത്തി കഴിഞ്ഞാൽ ചിലപ്പം കാലൊക്കെ പൊള്ളാൻ ചാൻസ് ഉണ്ട്. പിന്നെ വണ്ടിയുടെ ബോഡി കിറ്റിൻ്റെ മുകളിലായി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ബോഡി കിറ്റിൻ്റെ മുകളിലായി കഴിഞ്ഞാൽ പെയിൻ്റൊക്കെ ഭയങ്കര വൃത്തികേടാവാൻ ചാൻസ് ഉണ്ട്, ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതാണ് രണ്ടാമത്തെ. പിന്നെ നമ്മൾ ഈ പറഞ്ഞ മാതിരി ടാങ്കിൻ്റെ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ നമ്മൾ ഫ്യൂവൽ ക്യാപ്പ് തുറക്കുമ്പോൾ ആ ഫ്യൂവൽ നമ്മൾ അടിക്കുന്ന ആ ഒരു ഹോളില്ലേ അതിൻ്റെ ചുറ്റിലായിട്ട് ഇങ്ങനെ വെള്ളം നിൽക്കുന്നത് കാണാൻ പറ്റും. ആ വെള്ളം ഇറങ്ങിപ്പോകില്ല. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ചെയിൻ്റെ ലൈഫ് തന്നെയാണ് മെയിൻ. ഇപ്പോൾ ചെയിന് പ്രോപ്പർ ക്ലീൻ അല്ല അല്ലെങ്കിൽ ലൂബ്രിക്കേറ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓവറോൾ പെർഫോമൻസിന് അത് ബാധിക്കും. നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റില്ല, പുള്ളിങ്ങിന് ഇഷ്യൂ തോന്നും. പിന്നെ സൗണ്ട് നമ്മുടെ മഴക്കാലത്ത് എത്രയൊക്കെ ക്ലീൻ ചെയ്താലും അല്ലെങ്കിൽ ലൂബ് ചെയ്താലും പിന്നെയും പോകുന്നൊരു സാധനമാണ് ഈ പറഞ്ഞ മഴക്കാലത്ത് നമ്മൾ ചെയ്യുന്ന ലൂബ്രിക്കൻ്റ്. അപ്പോൾ നിങ്ങൾ മാക്സിമം എൻജിൻ ഓയിൽസൊക്കെ യൂസ് ചെയ്യും നമ്മുടെ മഴയില്ലാത്ത സമയത്ത്. മഴയുള്ള സമയത്ത് എൻജിൻ ഓയിൽ അതേമാതിരി ഗ്രീസൊന്നും യൂസ് ചെയ്യാത്തതാണ് ബെറ്റർ. നമുക്ക് ബെറ്റർ ഈ പറഞ്ഞ മാതിരി ചെയിൻ ലൂബ് തന്നെയാണ്. അത്യാവശ്യം സ്റ്റിക്കി ആയിട്ടുള്ള ലൂബൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടാനുണ്ട്. നമ്മുടെ എല്ലാ ചെയിൻ ലൂബും നല്ലതല്ല കേട്ടോ. എന്താ വെച്ചാൽ മഴയത്ത് അടിച്ചു കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ട് പോകുന്ന ലൂബൊക്കെ നമ്മുടെ മാർക്കറ്റിലുണ്ട്. നമ്മൾ സ്റ്റിക്കി ആയിട്ടുള്ളതുണ്ട്. ഈ പറഞ്ഞ മാതിരി നമ്മൾ വേനൽക്കാലത്ത് അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടയറിൻ്റെ മുകളിൽ ചെയിൻ്റെ മുകളിലൊക്കെ പൊടിയും മണ്ണൊക്കെ വരും എന്ന് പറയുന്നേക്കാം. ഒരു മണ്ണാച്ചനല്ലേ അത്. ഇതിൻ്റെ മുകളിൽ ആരൊക്കെയാ കുറച്ച് നേരത്തെ ഒരു അട്ടേനെ കണ്ടു. ഈ പറഞ്ഞ മാതിരി അത്യാവശ്യം സ്റ്റിക്കി ആയിട്ടുള്ള ലൂബൊക്കെ വാങ്ങി യൂസ് ചെയ്യാം. മഴക്കാലത്ത് അതാണ് ഏറ്റവും ബെറ്റർ. പിന്നെ ക്ലീനിങ് ആണ് വേറൊരു ഇഷ്യൂ. നമ്മൾ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ലൂബ് ചെയ്യുന്നത് വെറുതെയാണ്. അത് ഈ ലൂബ് എത്തേണ്ടടുത്ത് എത്തൂല. അപ്പോൾ നമ്മളെ സൗണ്ട് പിന്നെ നിൽക്കുന്നില്ല. തൽക്കാലത്തേക്ക് നിങ്ങൾ ഈ ലൂബ് ചെയ്യുന്ന സമയത്ത് മാത്രം ഒരു റിലീഫ് ഉണ്ടാവുന്നല്ലാണ്ട് പിന്നെ ഈ സൗണ്ട് വരും. അപ്പോൾ നമ്മൾ നല്ലോണം ക്ലീൻ ചെയ്യുക. സോഫ്റ്റ് ബ്രഷസോ അല്ലെങ്കിൽ കുറച്ചൊരു ഹാർഷായിട്ടുള്ള ബ്രഷസ് യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യാം. ഓവർ ഹാർഡ് യൂസ് ചെയ്യാത്ത നല്ലത്. അതിനുള്ളത്തെ റിങ്സും കാര്യങ്ങളൊക്കെ ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ കുളിപ്പിച്ച് കുട്ടിയില്ലാണ്ടാക്കുക എന്നൊക്കെ പറയില്ല, അതേമാതിരത്തെ ഇഷ്യൂ ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വണ്ടി ബെറ്റർ ആയിരിക്കും, ഓക്കെ ആയിരിക്കും. പിന്നെ നിങ്ങളുടെ വണ്ടിയുടെ എക്സ്പോസ് ആയിട്ടുള്ള വയേഴ്സ് എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കവർ ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും.